നമസ്കാരം. ഭാരതത്തിൽ കോൺഗ്രസിന്റെ ഓരോ കൈപ്പത്തികളും ഒടിയുകയാണ്. ഓരോ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസ് വലിയ രീതിയിൽ നാണം കെട്ട തോൽവികൾ ഏറ്റുവാങ്ങുന്നു. കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ഈ കൈവെള്ളയിലുള്ള മണ്ഡലങ്ങൾ പോലും BJP വലിയ രീതിയിൽ കടന്നു ചെന്ന് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ കോൺഗ്രസ് രാജ്യത്ത് ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. കാരണം ഈ വർഷം തന്നെ ദില്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും നമ്മൾ വ്യക്തമായി ഒന്ന് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട, കോൺഗ്രസിനോട് കടക്ക് പുറത്തെന്ന് പറയുന്നു. അവിടെ എല്ലായിടത്തും താമരയുടെ വസന്തം അല്ലെങ്കിൽ താമരമഴ പെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വെച്ച് നോക്കുമ്പോൾ 2-3 സീറ്റുകൾ മാത്രമാണ് അവിടെ കോൺഗ്രസ് വിജയിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാതിനിധ്യമുള്ള പ്രമുഖ മണ്ഡലങ്ങളിൽ പോലും BJP വലിയ രീതിയിൽ കടന്നു കയറി ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് BJPയുടെ വികസനം, BJP ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുന്ന വികസനം അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബോധിച്ചു എന്നതിന്റെ തെളിവാണ് ഓരോ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ തന്നെ BJP അവിടെ വിജയം നേടുന്നത്. ആ ഒരു വിജയമാണ് ജനങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും BJP തന്നെ വരണം, ഒരു മാറ്റത്തിന്, ആ സംസ്ഥാനം വികസിപ്പിക്കണമെങ്കിൽ, ആ സംസ്ഥാനം വികസിക്കണം, അതായത് വികസിതമായി മാറണമെങ്കിൽ BJP അവിടെ അനിവാര്യമാണ്, BJP എന്ന പാർട്ടി അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കോൺഗ്രസ് വലിയ രീതിയിൽ അവർ തെരഞ്ഞെടുപ്പ് ഗോവയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിനു മുന്നേ തന്നെ BJP വ്യക്തമായ പദ്ധതികളോട് കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെയാണ് ഇവിടെ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും 1-2 ദിവസം വന്ന് തല കാണിച്ചിട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നീക്കം കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു അസാരസ്യം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഈ 2 ദിവസം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, പാർലമെന്റിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അതിന് വേറൊരു പുതിയ പേരിലേക്ക്, വിജയറാം അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു പേരിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എവിടെ പോയി പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് തന്നെ പറഞ്ഞത് അദ്ദേഹം ജർമ്മനിയിൽ BMW ബൈക്കുകൾ ഓടിച്ച് പഠിക്കുകയാണെന്ന്. അത് തന്നെ ഇന്ത്യ മുന്നണിയിൽ അടക്കമുള്ളവർ, അതായത് ഇന്ത്യ സഖ്യത്തിൽ അടക്കമുള്ളവർക്ക് വലിയ രീതിയിൽ ഒരു ഭിന്നത ഉണ്ടാക്കി, വലിയ രീതിയിൽ അവർ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി. ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് അവരോധിക്കാനുള്ള ഒരു ചർച്ചകൾ അനൗദ്യോഗികമായി കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ പ്രിയങ്ക ഗാന്ധി എന്ന പുതിയ നേതൃമുഖം കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ സൂചനകളാണ് നടപ്പ് ശൈത്യകാല സമ്മേളനത്തിൽ ദൃശ്യമായത്. സഭാ നടപടികൾക്ക് ശേഷമുള്ള ചായ് പേ ചർച്ചയിൽ വലിയ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മുൻനിരയിൽ പ്രിയങ്ക ഗാന്ധി ഇടം പിടിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ചർച്ചയാവുന്നത്. മുൻനിര നേതാക്കൾക്കും സ്പീക്കർക്കുമൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രിയങ്ക പ്രധാനമന്ത്രിയുമായി തന്റെ മണ്ഡലമായ വയനാടിനെ കുറിച്ച് സൗഹൃദ സംഭാഷണമൊക്കെ നടത്തുകയും ചെയ്തത് വലിയൊരു ശ്രദ്ധേയമായി മാറി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വയനാട്ടിലെ വികസന വിഷയങ്ങൾ ഉന്നയിക്കാനും അടിയന്തരമായി അതിലൊരു ശ്രദ്ധ പിടിച്ചുപറ്റാനും പ്രിയങ്കയ്ക്ക് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പാർട്ടിയിൽ അല്പം അകലം പാലിച്ചിരുന്ന മനീഷ് തിവാരി, ശശി തരൂർ തുടങ്ങിയ നേതാക്കളെ സഭയിൽ സജീവമാക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രിയങ്ക മുൻകൈ എടുത്തു എന്നാണ് വിവരങ്ങൾ. ശാന്തി ബിൽ പോലുള്ള പ്രധാന ചർച്ചകളിൽ തിവാരിയെ മുൻനിർത്തിയത് ഇതിന് ഒരു ഉദാഹരണമാണ്. തീവ്രമായ പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ പാർലമെന്റിലെ ദൈനംദിന കാര്യങ്ങളിലും എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു തന്ത്രപരമായ നീക്കം എല്ലാവരിലും, അതായത് കോൺഗ്രസിലടക്കം ഒന്ന് മാറി ചിന്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാണ് ചർച്ചാ വിഷയങ്ങൾ പറയുന്നത്. രാവിലെ തന്നെ സഭയിലെത്തുകയും എല്ലാ നടപടികളിലും സജീവമായി ഇടപെടുകയും ചെയ്യുന്ന പ്രിയങ്കയുടെ രീതി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ദേമാതരം പോലുള്ള വികാരപരമായ വിഷയങ്ങൾ പോലും കേന്ദ്ര സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കാൻ പ്രിയങ്ക മടിക്കുന്നില്ല. BJPയുടെ രാഷ്ട്രീയ ആയുധങ്ങളെ അതേ നാണയത്തിൽ നേരിടുന്നതിനോടൊപ്പം തന്നെ ഭരണപക്ഷ നേതാക്കളുമായും പ്രിയങ്ക ഗാന്ധി ആശയവിനിമയം നടത്തുന്നുണ്ട്. കൂടാതെ ക്രിയാത്മകമായ ചർച്ചകളടക്കം നടക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഒരു വഴി തുറക്കുന്നുണ്ട് ആ ചർച്ചകളിലൂടെ. ശൈത്യകാല സമ്മേളനം അവസാനിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പാർലമെന്ററി കാര്യങ്ങളിലും അടക്കം തന്ത്രപരമായ നീക്കങ്ങളും പ്രിയങ്കയുടെ കൈകളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയുമുണ്ട്.
കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ജോലിയൊന്നും ചെയ്യുന്നില്ല. ഒരു സഭയിലേക്ക് എത്തുമ്പോൾ തന്നെ വന്നിരിക്കുന്നു, ലാഘവത്തോടെ ഇരിക്കുന്നു, സഭ കഴിയുന്നു, നേരെ വീട്ടിൽ പോകുന്നു. ആ രീതിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഒരു ബില്ലിലും രാഹുൽ ഗാന്ധി, അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു ചർച്ചയും രാഹുൽ ഗാന്ധി നടത്തുന്നില്ല. പ്രിയങ്ക ഗാന്ധിയാണ് ഇതെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ പ്രിയങ്കയെ ഒരു പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം കോൺഗ്രസിൽ സംഭവിക്കുമോ എന്നാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ അനൗദ്യോഗികമായ ഒരു ചർച്ചകൾ നടത്തുന്നത്.